നാഴ്സിസം ഈ വൈകല്യത്തിന്റെ എക്സാക്ട് കോസ് അറിയില്ലെങ്കിലും ചില റിസർച്ചുകൾ പറയുന്ന പ്രധാനപ്പെട്ട 3 കാരണങ്ങളുണ്ട്. 1 ജനറ്റിക് ഫാക്ടേഴ്സ് പാരമ്പര്യം, 2 എൻവയറമെന്റൽ ഫാക്ടേഴ്സ് സാഹചര്യങ്ങൾ, 3 ന്യൂറോ ബയോളജിക്കൽ ഫാക്ടേഴ്സ്. ഒന്നാമത്തേത് ഒരു ജനറ്റിക് ഡിസോർഡർ. ഇതുപോലുള്ള ആരെങ്കിലുമൊക്കെ ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. തലമുറകൾ കൈമാറി വരുന്ന ഒരു ഡിസോർഡറാണിത്. ഇവരുടെ തലച്ചോറിന്റെ ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റം തിരുത്താനാവാത്ത ഒന്നാണ്. അതിനാൽ ഇത് പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാൻ സാധിക്കില്ല. എന്നാലും ഒരു കൗൺസിലറുടെ ഉപദേശം തേടുന്നത് നല്ലതായിരിക്കും. 2 എൻവയറമെന്റൽ ഫാക്ടേഴ്സ്. സാഹചര്യം മൂലം കുട്ടിക്കാലത്തുണ്ടാകുന്ന പല പ്രശ്നങ്ങളും അഡൾട്ട്ഹുഡിൽ എത്തുമ്പോൾ ഇതുപോലുള്ള ചില പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും. തീരെ ചെറിയ പ്രായത്തിൽ മാതാപിതാക്കൾ ലാളിച്ച് വഷളാക്കുന്നവർ, അതായത് കുട്ടി എന്ത് ചെയ്താലും അവർ കുട്ടിയെ സപ്പോർട്ട് ചെയ്യും. എന്റെ കുട്ടി അസാധാരണമായ കഴിവുള്ള ഒരു കുട്ടിയാണ്, അവൻ അല്ലെങ്കിൽ അവൾ ദൈവത്തിന്റെ പ്രത്യേക സൃഷ്ടിയാണ്, അവൻ ഭാവി വലിയ ആളാവും എന്നൊക്കെ പറഞ്ഞ് അവരുടെ കുഞ്ഞു മനസ്സിൽ ഞാൻ എല്ലാവർക്കും മുകളിലാണെന്നും ഈ ലോകം എനിക്ക് വേണ്ടി മാത്രം സൃഷ്ടിച്ചിരിക്കുന്നതാണെന്നും ഒക്കെ ഉള്ളൊരു മനോഭാവം ആ കുട്ടികളിൽ വളർത്തിയെടുക്കും. ബ്രെയിൻ വളരുന്ന കാലമായതിനാൽ ഈ സ്വഭാവം അവരുടെ ജനറ്റിക് ഘടനയുടെ ഭാഗമായി മാറും. പാരന്റ്സിന്റെ കെയർ കിട്ടാതെ ഏതെങ്കിലും അബ്യൂസിലൂടെ കടന്നുപോയിട്ടുള്ള കുട്ടികളിലും ഈ NPD കാണാറുണ്ട്. ഇതുപോലെ തന്നെയാണ് ബാല്യകാലത്തിൽ അവഗണിക്കപ്പെട്ട കുട്ടികൾക്കും. ചില വീടുകളിൽ ചെറിയ കാര്യത്തിന് പോലും കുഞ്ഞുങ്ങൾക്ക് വലിയ ശിക്ഷകൾ നൽകാറുണ്ട്. എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുക, നിറത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ബുദ്ധിയുടെയും പേരിൽ വിവേചനം നടത്തുക, ഇവയെല്ലാം കുട്ടിയുടെ വളരുന്ന ബ്രെയിനിൽ ചില ജനിതക മാറ്റങ്ങൾ ഉണ്ടാക്കും. അതായത് കുട്ടിക്കാലത്തെ സാഹചര്യങ്ങളും അനുഭവങ്ങളും അവരുടെ ബ്രെയിനിന്റെ ഘടനയിൽ മാറ്റപ്പെടുത്തും. ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ ഇവർ അസാധാരണമായി പെർഫോം ചെയ്യാൻ തുടങ്ങും. ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നതെല്ലാം അവർ നേടിയെടുത്തെന്നിരിക്കും. പക്ഷേ ബാല്യകാലത്തിൽ അവരിൽ രൂപപ്പെട്ട നാർസിസിസ്റ്റിക് മനോഭാവവും അതിനോടൊപ്പം വളർന്നു വരും. 3 ന്യൂറോ ബയോളജിക്കൽ ഫാക്ടേഴ്സ്. NPD ഉള്ളവരുടെ തലച്ചോറിന്റെ ഘടന വ്യത്യസ്തമായിരിക്കും. നമുക്കൊക്കെ ഉള്ള സെന്റിമെന്റ്സ്, സ്നേഹം, എംപതി, സിമ്പതി എന്നിവയൊക്കെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗമായ ഗ്രേ മാറ്റർ ഇവർക്ക് കുറവായിരിക്കും. കൂടെ ഉള്ളവരെ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുക, അതിനെ നിസ്സാരവൽക്കരിക്കുക എന്നതൊക്കെ അവരുടെ സ്വഭാവമാണ്. ആരോടും അവർ കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിക്കാറില്ല. സഹപ്രവർത്തകരെ ദ്രോഹിച്ച് തകർക്കുക എന്നതാണ് അവർക്ക് ഏറ്റവും സംതൃപ്തി നൽകുന്ന കാര്യം. ക്രൂരമായ വാക്കുകളിൽ തളരുന്ന പങ്കാളിയുടെ വേദന കണ്ട് ആനന്ദിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഒരു സെന്റിമെന്റൽ അപ്രോച്ചും ഇവരെടുത്ത് നടക്കത്തില്ല. കാരണം അതിനെ നിയന്ത്രിക്കുന്ന ഭാഗം അവർക്കില്ല.